ഈ വിനായകനെയൊക്കെ നായകനാക്കാൻ ഈ മമ്മൂക്കയ്ക്ക് വല്ല ഭ്രാന്തുമുണ്ടോ? അതെ, ആ മനുഷ്യന് അങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭ്രാന്ത്. ഇത്രയും വിനയത്തോടെ നിൽക്കുന്ന ഒരു വിനായകനെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യത വളരെ കുറവാണ്. മമ്മൂക്കയുടെ മുന്നിൽ ഭയഭക്തിയോടെ വിനയത്തോടെ ആ മനുഷ്യൻ നിൽക്കണമെങ്കിൽ അയാൾ ആ മനുഷ്യനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ വിനായകൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു നടൻ എന്ന രീതിയിൽ അയാളെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റിൽ വിനായകനും ഉണ്ടാവും. അത്രയ്ക്കും മികച്ച നടനാണ് അയാൾ. മമ്മൂക്ക വിനായകനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോഴും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാഞ്ഞിട്ടാണ് അല്ലേ? ഇതാണ് ഈ മനുഷ്യൻ. എത്രയൊക്കെ ഈ മനുഷ്യനെ പറ്റി നമ്മൾ വർണ്ണിച്ചാലും അതൊന്നും മതിയാകാതെ വരും. അതാണ് മമ്മൂക്ക. നിങ്ങളുടെ മുഖത്തിന് മാത്രമല്ല സൗന്ദര്യമുള്ളത്, നിങ്ങളുടെ മനസ്സിനും വലിയ സൗന്ദര്യമാണ് മമ്മൂക്ക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അയാളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്. ഈ സിനിമയിലെ നായകൻ വിനായകനും പ്രതിനായകൻ മമ്മൂക്കയുമാണ്. അത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാള സിനിമയിലെ കൊടൂര വില്ലനിസം കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്.